ഓപ്പറേഷൻ തൂഫാനിന്റെ ഭാഗമായി കോഴിക്കോട് MDMA കേസ് പ്രതികളുടെ ഒളിത്താവളത്തിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. MDMA കേസിൽ രക്ഷപ്പെട്ട പുതിയപ്പ സ്വദേശി കീർത്തന പിടിയിലായി. നന്മണ്ട സ്വദേശി അനന്തുവിനെയും പോലീസ് പിടികൂടി. ഇവരിൽ നിന്ന് നേരത്തെ 6 ഗ്രാം MDMA കണ്ടെത്തിയിരുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, പോലീസ് രണ്ടും കൽപ്പിച്ചാണ് നേരത്തെ രക്ഷപ്പെട്ടെങ്കിലും കീർത്തനയെ ഇപ്പോൾ പൊക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് നേരത്തെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ പോലീസ് റെയ്ഡ്? അരുൺ, ഓപ്പറേഷൻ തൂഫാൻ കോഴിക്കോട് നഗരത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഡാൻസ് സ്റ്റാഫും അതുപോലെ തന്നെ പോലീസും വലിയ പരിശോധന നടത്തുന്നു. നേരത്തെ ഈ കേസുകളിൽ ഉൾപ്പെട്ടവർ, പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടവരെയൊക്കെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഡാൻസ് സ്റ്റാഫും പോലീസും ഒക്കെ നടത്തുന്നത്. അങ്ങനെയാണ് ഒരു രഹസ്യ വിവരം നേരത്തെ ഈ MDMA കേസിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതികളെ കുറിച്ച് ഡാൻസ് സ്റ്റാഫിന് ലഭിക്കുന്നത്, പോലീസിന് ലഭിക്കുന്നത്. കീർത്തന, അനന്തു, ഈ 2 പേരിൽ നിന്നായി നേരത്തെ 6 ഗ്രാം MDMA പോലീസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ പോലീസിന്റെ ഈ പരിശോധനയ്ക്കിടെ ഇവരുടെ കാറിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നാലെ ഇവർക്കായുള്ള തിരച്ചിലൊക്കെ പോലീസ് ഊർജിതമായി നടത്തിയതാണ്. കഴിഞ്ഞ ദിവസമാണ് ഇവർ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു ഒളിത്താവളത്തിലുണ്ട് എന്നുള്ള വിവരം ഡാൻസ് സ്റ്റാഫിന് ലഭിക്കുന്നതും. അങ്ങനെ ഇന്ന് പുലർച്ചയോടുകൂടി ഈ ഡാൻസ് സ്റ്റാഫിന്റെ സംഘം, പോലീസിന്റെ സംഘം ഈ ഒളിത്താവളത്തിലേക്ക് ഒരു മിന്നൽ പരിശോധന നടത്തുന്നത്. അവിടെ വെച്ച് ഈ 2 പേരെയും, അതായത് കീർത്തനയെയും അനന്തുവിനെയും പോലീസിനെ പിടികൂടാനായി കഴിഞ്ഞിട്ടുണ്ട്. പുതിയാപ്പ സ്വദേശിയാണ് കീർത്തന, അതുപോലെ തന്നെ അനന്തു നന്മണ്ട സ്വദേശിയാണ്. ഇതിൽ കീർത്തനയെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരം, കൈവശം MDMA ഉണ്ടാകും, ഹോട്ടലിൽ റൂം എടുക്കും, അതിനുശേഷം ആളുകളെ ഈ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വച്ച് ഈ MDMA വിതരണം ചെയ്യുക എന്നുള്ളതാണ് കീർത്തനയുടെ പ്രധാനപ്പെട്ട രീതി. അനന്തുവും സമാനമായ രീതിയിൽ MDMAയുടെ ഇടപാട് നടത്തുന്നയാളാണ്. അപ്പോൾ അനന്തു മറ്റൊരു കൊലക്കേസിൽ കൂടി പ്രതിയാണ് എന്നുള്ള വിവരം കൂടി പോലീസ് ഏതായാലും നൽകുന്നുണ്ട് അരുൺകുമാർ. നിലവിൽ വലിയ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട്, ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഡാൻസ് സ്റ്റാഫും പോലീസും ഒക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി കുന്നമംഗലത്ത് നിന്നുകൂടി ഒരു 3 ഗ്രാം MDMA ഡാൻസ് സ്റ്റാഫും പോലീസും ചേർന്ന് പിടികൂടിയിട്ടുണ്ട് അരുൺകുമാർ. അങ്ങനെ ശക്തമായ പരിശോധന കോഴിക്കോട് കേന്ദ്രീകരിച്ച് തുടരുകയാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തിന്റെ കേടാണ് ഈ പിള്ളേർക്കൊന്നും മനസ്സിലാവുന്നില്ല. നല്ല ആരോഗ്യമുള്ള കുട്ടികളല്ലേ ഈ കുട്ടികൾ. ഈ പണിക്ക് ഇറങ്ങേണ്ട വല്ല കാര്യമുള്ളൂ. ഇവരൊക്കെ എങ്ങനെയാണ് ഈ വഴിയിലേക്ക് വന്ന് പെടുന്നത്? ഒരുപക്ഷെ ആദ്യം ഒരു കൗതുകത്തിൽ ഉപയോഗിച്ച് തുടങ്ങുന്നതാവാം. അതിനുശേഷമാണ് ഇവരതിൻ്റെ കാരിയേഴ്സായിട്ട് മാറുന്നത്. കാര്യമായ പണിയെടുക്കേണ്ട, ഇതേപോലെ പറ്റിച്ചൊക്കെ നടന്നാൽ മതിയല്ലോ. കാശുണ്ടാക്കാം. 5 നക്ഷത്ര ഹോട്ടലുകളിൽ താമസം, ആഡംബര ജീവിതം, പാവപ്പെട്ട മനുഷ്യരുടെ ജീവനും ചങ്കുമാണ് പുകച്ചു കളയുന്നതെന്നുള്ള കാര്യം ഇവർ ഓർമ്മിക്കുന്നില്ല.